ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരള ഹൈക്കോടതി. അപ്പോൾ പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയത് കേരള ഹൈക്കോടതിയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയാണ് പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി. അടുത്ത ചോദ്യം നോക്കാം. 2023 കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിന് അവതരിപ്പിക്കപ്പെട്ട പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഈ മുറ്റം. അപ്പോൾ 2023 കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിന് അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് ഈ മുറ്റം. അപ്പോൾ ഈ മുറ്റം എന്ന പദ്ധതിയാണ് 2023 കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിന് അവതരിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൽദോസ് പോൾ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോളാണ്. അപ്പോൾ എൽദോസ് പോളാണ് കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി. അടുത്ത ചോദ്യം നോക്കാം. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മീരാഭായ് ചാനു. അപ്പോൾ 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാഭായ് ചാനുവിനാണ്. അപ്പോൾ മീരാഭായ് ചാനുവിനാണ് 2022 BBC ഇന്ത്യൻ സ്പോർട്ട് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. സംസ്ഥാനത്ത് ജനസംഖ്യ അധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശൈലി ആപ്പ്. അപ്പോൾ സംസ്ഥാനത്ത് ജനസംഖ്യ അധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. അപ്പോൾ ശൈലി ആപ്പാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന ജനസംഖ്യ അധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തകമായ തുറന്നിട്ട വാതിൽ രചിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പി ടി ചാക്കോ. അപ്പോൾ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തകമായ തുറന്നിട്ട വാതിൽ രചിച്ചത് പി ടി ചാക്കോയാണ്. അപ്പോൾ പി ടി ചാക്കോയാണ് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തകമായ തുറന്നിട്ട വാതിൽ രചിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 വനിതാ വിഭാഗം ചാമ്പ്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആര്യന സബലേങ്ക. അപ്പോൾ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്യന സബലേങ്കയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്യന സബലേങ്കയാണ്. അടുത്ത ചോദ്യം നോക്കാം. ആകാശമിട്ടായി ഏതു പ്രശസ്ത കഥാകാരൻ്റെ ഓർമ്മയ്ക്കായി നിലവിൽ വരുന്ന സ്മാരകമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആകാശമിട്ടായി എന്ന സ്മാരകം നിലവിൽ വരുന്നത്. അപ്പോൾ ആകാശമിട്ടായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയ്ക്കായി നിലവിൽ വരുന്ന സ്മാരകമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് ISRO ശാസ്ത്രജ്ഞൻ്റെ ജീവിതവും ബഹിരാകാശ മേഖലയിലെ സംഭാവനകളും ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജി മാധവൻ നായർ. അപ്പോൾ ജി മാധവൻ നായറിൻ്റെ ജീവിതവും ബഹിരാകാശ മേഖലയിലെ സംഭാവനകളും ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ. അപ്പോൾ ഏതും ISRO ശാസ്ത്രജ്ഞൻ്റെ ജീവിതവും ബഹിരാകാശ മേഖലയിലെ സംഭാവനകളും ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ, ജി മാധവൻ നായരുടെയാണ്. അടുത്ത ചോദ്യം നോക്കാം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉണർവ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. അപ്പോൾ ഉണർവെന്ന പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.